ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ലാലിയെ കൺമണി പിടികൂടുന്നുണ്ട്. ലാലിയെ കണ്ട വിവരം മഹിയോട് വിളിച്ചു പറഞ്ഞിട്ട് മഹിയോട് എത്രയും പെട്ടെന്ന് കൺമണി അങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ്. ലാലിയെ കൺമണിക്ക് മനസ്സിലായി എന്ന് അറിയുമ്പോൾ ലാലി കൺമണിയിൽ നിന്നും വേഗം രക്ഷപ്പെട്ട് ഓടാൻ നോക്കുന്നുണ്ട്. എന്നാൽ കൺമണി ലാലിയെ പിന്തുടർന്ന് ലാലിയെ പിടികൂടുന്നുണ്ട്. എന്നിട്ട് ദേവ്ജിയും കൺമണിയും മഹിയും കൂടിയിട്ട് ലാലിയെ ഒരു സ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവ്ജി ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ വരുമ്പോൾ ലാലിയെ തോക്ക് കാണിച്ചുകൊണ്ട് ദേവ്ജി പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ സത്യങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ സത്യങ്ങൾ പറയിക്കണമെന്ന് എനിക്കറിയാമെന്ന് ദേവ്ജി ലാലിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ ലാലി എല്ലാ കാര്യങ്ങളും ദേവ്ജിയോട് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുഞ്ഞിനെ അവിടുന്ന് മാറ്റിയതാണെന്നും ആ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നും ബലരാമനാണ് ആ കുഞ്ഞെന്നൊക്കെ ലാലി പറയുന്നുണ്ട്. അതിനുശേഷം ദേവ്ജിയും മഹിയും കൺമണിയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഈ രഹസ്യങ്ങളെല്ലാം ക്രിഷ് സാർ അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് കൺമണി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ഒരു രഹസ്യം അറിയുകയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒരു ഭാരമെടുത്ത് നെഞ്ചിലേറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ദേവ്ജി പറയുന്നുണ്ട്. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. കൺമണി ക്യാബിനിലേക്ക് പോകുമ്പോൾ കൺമണിയെ കണ്ടിട്ട് കൃഷിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതിനുശേഷം കൃഷി കൺമണിയോട് പോയി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കൺമണി, ഇപ്പൊ നിനക്ക് ക്ഷീണമൊക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇല്ല എനിക്കിപ്പോ ക്ഷീണമൊന്നുമില്ല സാർ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, കൺമണിക്കൊരു ക്ഷീണം വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഇതിനെല്ലാം ഒരു പനിഷ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ കൺമണി എന്താ സാർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, മുദ്ദുഗൗ എന്ന്. എന്നിട്ട് കൃഷി തൻ്റെ കവിള് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം കൺമണി ചിരിച്ചുകൊണ്ട് കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ദേവ്ജിയും കൺമണിയും മഹിയും സത്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സാഗറിനെയും കൃഷിനെയും ബലരാമനെയും ഇവർ ഒന്നിപ്പിക്കും. അതുപോലെ തന്നെ ബലരാമനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള എല്ലാ വഴിയും ഇവർ കാണും. എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.